ഈ അടുത്ത് മീഡിയാസ് പലപ്പോഴും ഇൻഫ്ലുവൻസർ മറ്റേ MDMA കേസിൽ അറസ്റ്റിൽ, കഞ്ചാവ് കേസിൽ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് ഉണ്ടാവും. നമ്മൾ ഈ പേര് സെർച്ച് ചെയ്തതിനാൽ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒരു ഫോളോവേഴ്സ് ഉണ്ടാവില്ല, ജസ്റ്റ് പ്രൊഫൈൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അങ്ങനെ പല ന്യൂസ് ചാനലുകളും 10,000 ഫോളോവേഴ്സോ 20,000 ഫോളോവേഴ്സോ ഉണ്ടാവുള്ളൂ. അവരൊരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു മീഡിയ പേഴ്സണോ ഒന്നും ആയിരിക്കത്തില്ല. ചുമ്മാ കുറച്ച് കാണാൻ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പെമ്പിളേരാണെങ്കിൽ കുറച്ചധികം കയറുമല്ലോ. അങ്ങനെ കയറുന്നവർ അവർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ബാക്കിയുള്ള റിയൽ ഇൻഫ്ലുവൻസേഴ്സിന് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഇൻഫ്ലുവൻസർ? സമൂഹത്തിന് നല്ല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തിയെ ഇൻഫ്ലുവൻസർ. നല്ല രീതിയിൽ. അതെ, ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അയാൾ ഇൻഫ്ലുവൻസർ ആണ്. അയാൾ മാധ്യമ പ്രവർത്തകനാണ്, മനസ്സിലാക്കണം. അയാൾക്ക് ആരെയും ഹറാസ് ചെയ്യാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തില് ഒരു ഭാര്യയും ഭർത്താവും വന്നു ഹെൽമെറ്റ് ഇല്ലാതെ. പിങ്ക് പോലീസ് പിടിച്ചു. ഹെൽമെറ്റ് ഇല്ലാതെയാണ് അവര് വന്നത്. വണ്ടിയിൽ വന്നു കഴിഞ്ഞപ്പോ പിങ്ക് പോലീസ് പിടിച്ചു. അപ്പൊ അവിടത്തെ വെച്ച് തന്നെ ഭാര്യയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുത്തിട്ട് ദേ ഇവിടെ വർഗീയവാദം വന്നിരിക്കുന്നു, ഇവിടെ പിന്നെ പള്ളിക്കാർക്ക് കൊട്ടാരക്കര സംഭവിച്ച ഒരു കാര്യം സാറതൊന്നും അറിഞ്ഞില്ലയോ? ഞാൻ അറിഞ്ഞില്ല. അപ്പോഴെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 3 മാസമായിട്ട് പുള്ളി അകത്ത് കിടക്കുക.